അപ്പോൾ നമ്മൾ ഒട്ടനേകം ഗാർഡൻസ് കണ്ടിട്ടുണ്ടല്ലേ. പൂന്തോട്ടം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ ഈ പൂന്തോട്ടം വളരെ വ്യത്യസ്തമാണ്. ഇതൊരു സ്നേഹത്തിൻ്റെ പൂന്തോട്ടമാണ്, സാന്ത്വനത്തിൻ്റെതാണ്, സന്തോഷത്തിൻ്റെതാണ്, ഒപ്പം ചില ഓർമ്മപ്പെടുത്തലുകളുടേതുമാണ്. ഇതൊരു കളിമുറ്റമാണ്, ഒരേ സമയം ഇതൊരു പാർക്കാണ്. ഇത് ഉള്ളത് നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലെ വീടുകൾക്ക് മുമ്പിൽ ഒരുക്കിയിട്ടുള്ള പുതിയ ഗാർഡനാണ് കേട്ടോ. അതായത് 65 ക്ലസ്റ്ററുകളാണുള്ളത്. അതിലൊരു ക്ലസ്റ്റർ മാതൃകാ ക്ലസ്റ്ററായി ഇപ്പോൾ നിർമ്മിച്ച് പൂർത്തിയായി കഴിഞ്ഞു. ഇരുവശങ്ങളിലായി 8 വീടുകൾ. ആ 8 വീടുകൾക്കും ആയി 6 സ്ട്രീറ്റ് ലൈറ്റുകൾ. എല്ലാ വീടുകൾക്കും മുമ്പിലായി റോഡുകൾ. റോഡിന് നടുവിലായി ഈ ഗാർഡൻ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും വലിയ പ്രത്യേകത പൂച്ചെടികൾ മാത്രമല്ല, ഫലവൃക്ഷ തൈകളും നട്ടിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന ഒരു മാവ് കാണിച്ചു തരാം. ആ മാവ് മാങ്ങയുള്ള മാവാണ് കേട്ടോ. കായ്ച്ചു തുടങ്ങിയിരിക്കുന്നു, കായ്ഫലമുള്ള മാവ്. അതുപോലെ തന്നെ പേരയ്ക്ക ഉള്ള പേരയും നട്ടിട്ടുണ്ട്. പിന്നെ ചാമ്പയ്ക്ക, അങ്ങനെയുള്ള പല ഫലവൃക്ഷ തൈകളും നട്ടിട്ടുണ്ട്. ഇടയ്ക്ക് ഗാർഡൻ്റെ നടുവിലായി ടൈൽസൊക്കെ പാകിയിട്ടുണ്ട്. നല്ലൊരു നടപ്പാത അവിടെ ഒരുക്കിയിട്ടുണ്ട്. മോർണിംഗ് വാക്ക്, ഈവനിങ് വാക്കൊക്കെ നടത്താം. ശാന്തസുന്ദരമായി സമാധാനമായി ഒന്ന് ഇരിക്കാം. അതിനൊക്കെയുള്ള ഭാഗമായിട്ടാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. എല്ലാ വീടുകൾക്ക് സമീപവും ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ടൗൺഷിപ്പിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. നമ്മൾ മറ്റു വീഡിയോകളിലൊക്കെ ആ പ്രത്യേകതകളൊക്കെ പറഞ്ഞതാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഗാർഡൻ ആദ്യമായിട്ട് സെറ്റ് ചെയ്തതുകൊണ്ടാണ്. ഇന്നലെ രാത്രിയാണ് ഗാർഡൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞത്. തൈകളൊക്കെ രാത്രി നട്ട് കഴിഞ്ഞു. അപ്പോൾ 1-ാം തീയതി രാവിലെ 11 മണിക്കാണ് ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടനം. പരമാവധി എല്ലാവരും വരിക, ഇത്തരം മനോഹരമായ കാഴ്ചകൾ പങ്കുവയ്ക്കുക. നിങ്ങളുടെ മനസ്സിനും ഒരു സന്തോഷമാകട്ടെ. നമ്മൾ ദുരിതബാധിതരെ എങ്ങനെ നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയുമോ അങ്ങനെയൊക്കെ ചേർത്ത് നിർത്തിയവരാണ് മലയാളികൾ ഓരോ നിമിഷവും. അതിൻ്റെ അടുത്ത ചേർത്ത് നിർത്തലാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ മാതൃകാ ഭവന പദ്ധതി ഒരുങ്ങി പൂർത്തിയായിരിക്കുന്നു. 178 ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടത്തിൽ വീടും വീടിൻ്റെ രേഖകളും ഭൂമിയുടെ രേഖകളൊക്കെ കൈമാറും. പൊതു കുടിവെള്ള സൗകര്യം, പൊതു വൈദ്യുതി, സോളാർ പാനലുകൾ, പിന്നെ സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. അത് മറ്റു വീഡിയോകളിലൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചാനലിൽ ഇനി അടുത്ത വീഡിയോസൊക്കെ ഇതേപോലെ ഉണ്ടാവുമേ.